അപ്പൊ എന്താ വെച്ചാൽ ഭയങ്കര കോസ്റ്റ്ലിയാ. സ്വർണം, വെള്ളി, പവിഴം, മുത്ത് ഒക്കെ സമ്മാണ് അതില്. ഇപ്പൊ കുറെയൊക്കെ സക്സസ് സ്റ്റോറീസ് നമ്മൾ കേൾക്കുന്നുണ്ട്. ഈശ്വർ മാൽപ്പയുടെ, അതിനുമുമ്പ് ചെമ്പൈ വൈദ്യനാഥ് ഭാഗവതരുടെ കാലഘട്ടത്തിൽ ഇവിടെ ഒരു പേഷ്യന്റ് അൽഷിമേഴ്സിന് വരികയും അവർക്ക് സ്പെഷ്യലായിട്ട് ഇവിടുന്ന് ഒരു മരുന്ന് ചെയ്തു കൊടുക്കുകയും ചെയ്തൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ അങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു സംഭവം? അതെന്താ വെച്ചാല് എന്റെ മുത്തശ്ശന്റെ അച്ഛന് അല്ലെങ്കിൽ എന്റെ വലിയ മുത്തശ്ശന് അങ്ങനെ ഒരാൾക്കാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് ഞാനും കേട്ട കഥയാണ്. അങ്ങനെ ആ പുസ്തകം ഇവിടെ കൊണ്ടേ കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ അതിലത്തെ ചില യോഗങ്ങൾ മുത്തശ്ശനടുത്ത് എഴുതി വെച്ചിരുന്നു, പ്രധാനപ്പെട്ട യോഗങ്ങൾ. അപ്പൊ അതിൽ അൽഷിമേഴ്സിനുള്ള മഹാകാളി മതം പറഞ്ഞിട്ട് ഒരു യോഗം ഉണ്ടായിരുന്നു. 35 മീതം മരുന്നുണ്ടെന്ന് എൻ്റെ ഓർമ്മ. ഞാനാണ് ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ. അപ്പൊ അന്ന് അദ്ദേഹം വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ മുത്തശ്ശൻ ഇവിടെ കൊണ്ടേ കൊടുത്തിട്ടുണ്ട്, ആ മരുന്നൊന്നും ഉണ്ടാക്കി തരാൻ പറ്റും, ഇവിടെ യോഗ ഉണ്ടോ ചോദിച്ചു. പറഞ്ഞു ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അച്ഛൻ യോഗ എടുത്തു, നമ്മളത് ഉണ്ടാക്കിയപ്പോ എന്താ വെച്ചാൽ നമ്മൾ ഇത്രയൊന്നും പുരോഗമിച്ചിട്ടില്ലല്ലോ. സ്വർണം എങ്ങനെ ചേർക്കണം, അത് വേണമെന്നൊക്കെ നമ്മളും കുറെ ഇങ്ങനെ കൺഫ്യൂഷനായി. പിന്നെ നമ്മൾ സ്വർണ്ണ ഭസ്മം മതി. അപ്പൊ എന്താ വെച്ചാൽ ഭയങ്കര കോസ്റ്റ്ലിയാ. സ്വർണം, വെള്ളി, പവിഴം, മുത്ത് ഒക്കെ സമ്മാണ് അതിൽ. മുത്തോ ചിപ്പിയോ ഒന്നുണ്ട്. ഈ സ്വർണം, വെള്ളിയും പവിഴമൊക്കെ ചേർത്തേക്ക് നല്ല നമ്മുടെ പവിഴം പൊടിയാതെ ബുദ്ധിമുട്ടൊക്കെ ചെയ്ത് അങ്ങനെ ഒക്കെയാണ് ആ മരുന്നുണ്ടാക്കിയിരിക്കും. അപ്പം അങ്ങനെ ആ മരുന്നുണ്ടാക്കി കൊടുത്തു. പക്ഷെ അതിലവർ വളരെയധികം ബെറ്ററായി, അദ്ദേഹത്തിൻ്റെ അച്ഛൻ. അപ്പോൾ അദ്ദേഹം ഇപ്പം എന്താ വെച്ചാൽ അദ്ദേഹം അങ്ങനെയുള്ള പേഷ്യൻസിനെ കാണുമ്പോൾ അച്ഛൻ പറയും, ഇങ്ങനെ പ്ലാന്തോള് പോയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മരുന്നുണ്ടാക്കി തരും. ഉണ്ടാക്കിയ ഒരു 140 ഗുളിക നമ്മൾ ഉണ്ടാക്കി മൊത്തം അങ്ങനെ കൊടുത്തു. കാരണം അത് നമുക്ക് എടുത്തിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അതിന് ശേഷം ഉണ്ടാക്കി രണ്ടാമതൊരു കൂട്ടരെ കൂടി അദ്ദേഹം പറഞ്ഞയച്ച പേഷ്യന്റ് തന്നെ അവർക്കും ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ മൂന്നാമത് ഇപ്പൊ ഒരു കൂട്ടർ വന്ന് നിൽക്കുന്നുണ്ട്, നമ്മളിപ്പോ ഉണ്ടാക്കി കൊടുക്കണം. അത് അൽഷിമേഴ്സിനുള്ള നല്ല ബെറ്റർ എന്നാണ് ഇപ്പൊ അവരൊക്കെ പറയുന്നത്. അതുകൊണ്ടാണല്ലോ അവർ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിൻ വാങ്ങുന്നത്. 100 ചില്ലാനം ഗുളികയ്ക്ക് തന്നെ അന്ന് തന്നെ നല്ല റേറ്റ് 1500 മീതെ അന്നത്തെ കാലത്ത് തന്നെ വാങ്ങിയിട്ടുണ്ട്. 93-94 കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ. കാരണം ഇത് സമാണ്, ഇതിന്റെ സമ സ്വർണ്ണ ഭസ്മം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് തന്നെ നമുക്ക് എത്തിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ അതിന് ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരാണ് വരുന്നത്. നമുക്കൊരു കാര്യമാണ്.